ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എഞ്ചിനീയറിംഗ് കിടക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനും അതേപോലെ എൻ്റെ സൗണ്ടും ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് പറയാമോ? മൈക്ക് ഓണാക്കി. സ്ക്രീനും സൗണ്ടും ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറയാമോ? ഓക്കെ ഓക്കെ. നമ്മൾ ഇന്നിപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിൻ്റെ ഒക്കെ തിരക്കിലാണെന്ന് എനിക്കറിയാം. നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം നാളത്തെ ക്ലാസ് നിങ്ങൾ എക്സാമിന് തിരക്ക് വേണ്ടി എടുക്കുന്നില്ല. പിന്നെ അപ്പം നമുക്ക് വേഗം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു പുസ്തകം പെർപെൻഡിക്കുലറായിട്ട് തുറന്നു വെച്ച അവസ്ഥയിലാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും നിൽക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുന്നതെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് നമ്മൾ നോക്കുകയും അവിടെ നിന്ന് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുകയും ചെയ്യും. അതായത് ബേസിക്കലി നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോപ്പ് വ്യൂ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? നമ്മൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ എങ്ങനെയാണ്? അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. ഇവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ലൈൻ എന്ന് പറയുന്നത് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിനും അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്റ്റിക്ക് ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിൽക്കുന്ന കണക്കാണ് കാണുന്നത്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് വെർട്ടിക്കലായിട്ടാണ് ആ സ്റ്റിക്ക് നിൽക്കുന്നത്, ആ ലൈൻ നിൽക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിന് ആ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിന് പക്ക പാരലലാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനിൻ്റെ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടും. ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലൈനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടും. ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഡോട്ടായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഡോട്ടായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് ഒരു സിമ്പിൾ ലൈൻ, എ ലൈൻ. ഇതിപ്പോൾ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? എ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് ഈസ് പാരലൽ ടു വി പി. അതാണ് നമ്മുടെ അതിൻ്റെ വ്യൂ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യൂ നമ്മൾ വരച്ചിരിക്കുന്നതുണ്ടോ? കണ്ടോ? ഫ്രണ്ട് വ്യൂ നോക്കുന്നത് പ്രൊജക്ഷനാണ് വലതുവശത്ത് വരച്ചിരിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടോപ്പ് വ്യൂ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് കുട്ടിക്ക് കയറാൻ പറ്റുന്നില്ല.
പ്രൊജക്ഷൻ്റെയും വരയ്ക്കുന്നതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ആയിട്ടുള്ള ടോപ്പ് വ്യൂ ആണ് കേട്ടോ. ടോപ്പ് വ്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എ ബി എന്ന ഹലോ കേറാൻ പറ്റുന്നില്ല? ഗ്രൂപ്പ് മെയിൽ ഐ ഡി നിങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചെറിയ റേഞ്ച് പ്രശ്നം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സ്മോൾ എ സ്മോൾ ബി എന്നാണ് പറയുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ലെറ്റർ കൊണ്ടിട്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഈ ഐറ്റം നമ്പർ 2 എന്ന് പറഞ്ഞ് താഴെ വരച്ചിരിക്കുന്ന ഫിഗർ നോക്കേ, അതെന്ന് പറയുന്നത് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണ്. അതായത് എച്ച് പിക്കും വി പിക്കും പാരലൽ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന പ്രൊജക്ഷൻ ആണ് ടോപ്പ് വ്യൂ. അതിൽ നിങ്ങൾക്ക് ലൈനിന്റെ ട്രൂ ലെങ്ത് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് നിങ്ങൾക്ക് ഇത് ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് നിങ്ങൾ വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് ലൈനിനെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ട്രൂ ലെങ്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രണ്ട് വ്യൂ കിട്ടും. വെർട്ടിക്കൽ പ്ലെയിനിൽ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വെച്ചാൽ നമ്മൾ നീല കളറിലുള്ള പ്ലെയിൻ ആണ് വെർട്ടിക്കൽ പ്ലെയിൻ. അതിൽ നമ്മൾ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ നമ്മൾ എഴുതി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നമുക്ക് ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി. എല്ലാവർക്കും ഏകദേശം കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കി ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. സൈഡിൽ നിന്ന് നോക്കി നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് മുകളിൽ നിന്ന് നോക്കി പ്രൊജക്ട് ചെയ്തപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനോട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് ലൈൻ ഇൻക്ലൈൻഡ് ലൈനിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ലൈൻ ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. അടുത്തതെന്ന് പറയുന്നത് ലൈൻ ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. രണ്ടും ഓരോ. അപ്പൊ ഈ കേസിൽ ഫസ്റ്റ് മൂന്നാമത്തെ കേസിൽ തേർഡ് കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിന് വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് നോക്കുന്നത്. ഫ്രണ്ട് വ്യൂവിൽ ആ ലൈന് ഒരു തീറ്റ ഡിഗ്രി അലൈൻഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഒരു പ്ലെയിനിലോട്ട് മാത്രമേ ഇൻക്ലിനേഷൻ ഉള്ളൂ, മറ്റേ പ്ലെയിനിലോട്ട് ഇൻക്ലിനേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ലൈനിന്റെ ട്രൂ ലെങ്ത് തന്നെ കാണാൻ പറ്റും. പക്ഷെ ആ ലൈൻ ചരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. അതിന് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള അലൈൻമെന്റ് ഇൻക്ലിനേഷൻ തീറ്റ നമുക്ക് കാണാനായിട്ട് പറ്റും വെർട്ടിക്കൽ പ്ലെയിനിൽ. ഓക്കെ, അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ. ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ഈ എ ബി എന്നുള്ള ലൈനിന്റെ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ ഇൻക്ലൈൻഡ് ലെങ്തേ കാണാൻ പറ്റൂ. അപ്പോൾ ടോപ്പ് വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ട്രൂ ലെങ്ത് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടത്തില്ല. എന്തേ കിട്ടത്തുള്ളൂ? അപ്പാരന്റ് ലെങ്തേ കിട്ടത്തുള്ളൂ.
അപ്പാരന്റ് ലെങ്തേ കിട്ടത്തുള്ളൂ. നിങ്ങൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ലൈൻ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചരിഞ്ഞിട്ടുള്ളതിന്റെ ആ ഷാഡോയെ നമുക്ക് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടത്തുള്ളൂ. ഷാഡോയെ കിട്ടത്തുള്ളൂ എന്ന് വെച്ചാൽ ആ അലൈൻഡ് ഡയമെൻഷൻ, ആ ചരിഞ്ഞിട്ടുള്ളത് നമ്മൾ വാട്ട് എവർ ഇൻക്ലൈൻഡ് ഡയമെൻഷൻ ഈസ് പ്രൊജക്റ്റഡ് ടു എച്ച് പി, ആ ചരിഞ്ഞിട്ടുള്ള ലൈനിന്റെ എന്താണോ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തത്, എന്ത് ഷാഡോയാണോ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് കിട്ടിയത്, ആ ഡിസ്റ്റൻസേ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് ടോപ്പ് വ്യൂ എന്നിട്ടുള്ള പ്രൊജക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അവിടെ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതാണ്ട് ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ നമ്മൾ A', B' എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് വ്യൂ നമ്മൾ AB എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ. അതേപോലെ തന്നെ ലൈൻ ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലൽ ടു HP, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇതേപോലെ അതിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിലായിരിക്കും, നിങ്ങൾക്ക് ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്ത് മോളിൽ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്തൊക്കെ കിട്ടും? ട്രൂ ലെങ്ത് കിട്ടും, അതേപോലെ തന്നെ ട്രൂ ആംഗിളും കിട്ടും, അതായത് ട്രൂ ഇൻക്ലിനേഷൻ. നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല. ലൈനിന്റെ ഷെയ്ഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, അപ്പാരന്റ് ലെങ്ത് മാത്രമേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് അപ്പാരന്റ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഇതിപ്പോ ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആണ്. ലൈന് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP. അപ്പൊ ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു പ്ലെയിനിലോട്ടുള്ള ആദ്യം ഏതെങ്കിലും, ഇതിപ്പോ വെർട്ടിക്കൽ പ്ലെയിനിലോട്ടും ഇൻക്ലിനേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ടും നമുക്ക് ഇൻക്ലിനേഷൻ ഉണ്ട്. വെർട്ടിക്കൽ പ്ലെയിനിലോട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് ഇവിടെ, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ടുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ടുള്ള ചരിവ്, ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ടുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ അതായത് ആൽഫ ബീറ്റ എന്നുള്ള രണ്ട് ആംഗിളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതില് രണ്ട് ഇൻക്ലിനേഷനും നമുക്ക് തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയിനിലോട്ടുള്ള ഇൻക്ലിനേഷൻ ആദ്യം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ വരയ്ക്കണം. ഇപ്പൊ ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ടുള്ള ഇൻക്ലിനേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം അതിന്റെ പ്രൊജക്ഷൻസ് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ അതിന്റെ അടുത്ത പ്ലെയിനിലോട്ടുള്ള ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ലൈനിന്റെ ബാക്കി പ്രൊജക്ഷൻസ് വരയ്ക്കും. അതാണ് അതിന്റെ ഒരു കോമൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. അതേപോലെ തന്നെ ടോപ്പ് വ്യൂവിൽ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ലൈനിന്റെ പ്രൊജക്ഷൻ കാരണം കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പൊ അതാണ് ഇവിടെ ഈ വരച്ചിരിക്കുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആൽഫ ബീറ്റ എന്നുള്ളത് ഒരിക്കലും ട്രൂ ഇൻക്ലിനേഷൻ ആവണമെന്നില്ല, ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കത്തില്ല ഈ കേസിൽ. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന അപ്പാരന്റ് ആംഗിൾ ആയിരിക്കും നമ്മുടെ ആൽഫയും അതേപോലെ തന്നെ ബീറ്റ. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലൈൻ ചരിഞ്ഞിരിക്കും, ആ ഇൻക്ലിനേഷൻ ആയിരിക്കും. അപ്പം ട്രൂ ലെങ്ത് ഒറ്റ പ്രൊജക്ഷൻ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് കിട്ടില്ല, ട്രൂ ആംഗിളും കിട്ടില്ല. അപ്പൊ അതിന് നമുക്ക് രണ്ട് സ്റ്റേജ് ആയിട്ട് പ്രൊജക്ട് ചെയ്താൽ മാത്രമേ നമുക്ക്
ട്രൂ ഇൻക്ലിനേഷനും ട്രൂ ലെങ്തും കിട്ടത്തുള്ളൂ. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. രണ്ട് പ്ലെയിനിലോട്ടും ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ അതിനെ രണ്ട് സ്റ്റേജായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് നമ്മൾ പഠിച്ചു. ആ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് പഠിച്ചതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുവാണ്. പ്ലെയിൻസിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. Okay, a regular pentagonal lamina of side 40 mm has its plane vertical and inclined at 30 degree to VP. Draw its projections when one of the sides is perpendicular to HP. ഇപ്പോൾ പെന്റഗണൽ ലാമിന ആണെന്ന് പറഞ്ഞു. പെന്റഗണൽ ലാമിന എങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത കൺഫ്യൂഷൻ. പെന്റഗൺ നമുക്ക് എങ്ങനെ വേണേലും വരയ്ക്കാം. അപ്പൊ പെന്റഗണൽ ലാമിന ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? പെന്റഗണൽ ലാമിനയുടെ സൈഡ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ നല്ലപോലെ വായിക്കണം. സൈഡ് 40 mm തന്നിട്ടുണ്ട്. ഹാസ് ഇറ്റ്സ് പ്ലെയിൻ വെർട്ടിക്കൽ, അതിന്റെ പ്ലെയിൻ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുവാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ HP-VP ഉള്ള സമയത്ത് നമ്മുടെ VP HP ഉള്ള കേസിൽ പെന്റഗണൽ ലാമിന വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുവാണ്. പിന്നെ പറയുന്നുണ്ട് ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു VP, വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഒരു 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ് വെൻ വൺ ഓഫ് ഇറ്റ് സൈഡ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു HP. വൺ ഓഫ് ഇറ്റ് സൈഡ് ഈസ് പെർപെൻഡിക്കുലർ ടു HP എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്റഗൺ ഇരിക്കുന്നത് എന്തായാലും പെന്റഗൺ ഇങ്ങനല്ലേ ഇരിക്കുന്നത്. പെന്റഗണിന്റെ ഏതോ ഒരു സൈഡ്, നമ്മളിപ്പോ ഈ സൈഡിനെ നമ്മൾ ഫസ്റ്റ് സൈഡിനെ നമ്മൾ AB, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൈഡിനെ നമ്മൾ AB എന്ന് വിളിച്ചു. ഈ വൺ ഓഫ് ഇറ്റ് സൈഡ് AB, ഈ AB എന്നുള്ള സൈഡ് പെർപെൻഡിക്കുലർ ടു HP എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? പെർപെൻഡിക്കുലർ ടു HP. അപ്പം നമ്മുടെ പെന്റഗൺ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതായത് ഈ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ സൈഡ് HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പെന്റഗണൽ ലാമിന ഇരിക്കുന്നത്. അത് കൂടാതെ അതിനൊരു 30 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ഇതുകൊണ്ട്. അപ്പൊ പെന്റഗണൽ ലാമിന ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഈ ഫസ്റ്റ് സൈഡ് AB എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു HP. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കും? അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഈ 30 ഡിഗ്രി കൺസിഡർ ചെയ്യാതുള്ള പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ ഈ 30 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിലോട്ടുള്ള ചരിവ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം 30 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് ചരിവുള്ളപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിലും ഫ്രണ്ട് വ്യൂവിലും ഒന്നും ട്രൂ ഡയമെൻഷൻ കിട്ടുന്നില്ല. ആദ്യം എന്തെങ്കിലും ട്രൂ ഡയമെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള പടങ്ങളെ വരയ്ക്കാവും. അപ്പൊ ആദ്യം നമ്മൾ ആ ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്യാതെ ഇതിന്റെ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഈ 30 ഡിഗ്രി ചരിവിനെ പറ്റി ആദ്യം നമ്മൾ ബോധർ ചെയ്യേണ്ട. ആദ്യം നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞെടുക്കുക. അപ്പൊ ഫ്രണ്ട് വ്യൂവില് പെന്റഗണിന്റെ ഷേപ്പും കിട്ടും, ടോപ്പ് വ്യൂവില് അതിന്റെ പ്രൊജക്ഷനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതാ നോക്കേ വരച്ചിരിക്കുന്നതെന്ന്.
കണ്ടോ? അതായത് എ ബി എന്നുള്ള സൈഡ് നമ്മൾ വരച്ചു. എ ബി എന്നുള്ള സൈഡ് നമ്മൾ വരച്ചു. എ ബി എന്നുള്ള സൈഡ് നമ്മൾ വരച്ചു. എ ബി എന്നുള്ള സൈഡ് വരച്ചു. അപ്പൊ പെന്റഗൺ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുവാണ്. അതിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത്, അതായത് പ്ലെയിൻ ഓഫ് പെന്റഗൺ is parallel to vertical VP, vertical plane. അപ്പം ഇതിന്റെ താഴോട്ടുള്ള പ്രൊജക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? താഴോട്ടുള്ള പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ട് പ്രൊജക്ട് ചെയ്താൽ മതി. അപ്പൊ എയും ബിയും ഒരുമിച്ച് ഇവിടെ കിട്ടും. സി എന്ന് പറയുന്നത് ഈ പോയിന്റ് കിട്ടും, ഡി എന്ന് പറയുന്നത് ഈ പോയിന്റ് കിട്ടും. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ട്രൂ ഡയമെൻഷൻ ആയിരിക്കും. ആ ട്രൂ ഡയമെൻഷൻ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൊജക്ഷൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഒറ്റയടി ആദ്യമേ തന്നെ നമുക്ക് അപ്പാരന്റ് ഡയമെൻഷനിൽ കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വ്യൂവിൽ, വൺസ് ഇറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ് വ്യൂ, എനി ഓഫ് ദ വ്യൂസ് ഷുഡ് ഗിവ് യു ദ ട്രൂ ഡയമെൻഷൻ. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ട്രൂ ഡയമെൻഷൻ കിട്ടണം, അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ കിട്ടണം. ഇവിടുത്തെ കേസിൽ ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ഡയമെൻഷൻ കിട്ടും. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്ഷൻ ആണ്. വെറുതെ പ്രൊജക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. എ ബി സി യു ഇ ഒരുമിച്ച് വന്നു, ഇത് ഡി. ഓക്കെ, ക്ലിയർ ആയി? ഒരു സെക്കൻഡ്, അതെ, ആ മെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ വരച്ചത്. അപ്പൊ അത് മനസ്സിലായിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം പെന്റഗണിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി വരുത്തിയിട്ടുണ്ട്. അതായത് പ്ലെയിൻ ഓഫ് പെന്റഗൺ മേക്ക് 30 ഡിഗ്രി ടു VP. അപ്പം വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി പെന്റഗണിന്റെ പ്ലെയിൻ മേക്ക് ചെയ്യുമെങ്കിൽ അത് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? പെന്റഗണിന്റെ പ്ലെയിൻ നമുക്ക് മൊത്തം കണ്ടത് എന്ത് വ്യൂവിലാ? ഫ്രണ്ട് വ്യൂവിലാണ്. ആ പെന്റഗണിന്റെ സർഫസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലാണ്. പ്ലെയിൻ ഓഫ് പെന്റഗൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്, പ്ലെയിൻ ഓഫ് പെന്റഗൺ എന്താണ്? സർഫസ് ആണ്. സർഫസ് ഓഫ് പെന്റഗൺ. പ്ലെയിൻ ഓഫ് പെന്റഗൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? സർഫസ് ഓഫ് പെന്റഗൺ ആണ്. അപ്പൊ ആ പെന്റഗണിന്റെ സർഫസ് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 30 ഡിഗ്രി നമുക്ക് ടോപ്പ് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ പെന്റഗണിന്റെ എഡ്ജ് മാത്രമേ കാണത്തുള്ളൂ. ടോപ്പ് വ്യൂവിൽ നമ്മൾ എന്താണ്, ടോപ്പ് വ്യൂവിൽ നമുക്ക് എന്തുവാ കിട്ടുന്നത്? എഡ്ജ് സൈഡ്
പ്രൊജക്ഷൻ ഓഫ് പെന്റഗൺ. അതായത് പെന്റഗണിന്റെ ആ സൈഡിന്റെ പ്രൊജക്ഷൻ, എഡ്ജിന്റെ പ്രൊജക്ഷൻ ആണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത്. അപ്പം ഈ 30 ഡിഗ്രി ആംഗിൾ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ പെന്റഗണിന്റെ എഡ്ജിന്റെ പ്രൊജക്ഷൻ കാണുമല്ലോ, ആ എഡ്ജിന്റെ പ്രൊജക്ഷൻ ആയിരിക്കും 30 ഡിഗ്രി. അതായത് ട്രൂ ഇൻക്ലിനേഷൻ നമുക്ക് ടോപ്പ് വ്യൂവിലാണ് കിട്ടുന്നത്. അതായത് ടോപ്പ് വ്യൂവിലായിരിക്കും ട്രൂ ആംഗിൾ കിട്ടുന്നത്. അതായത് 30 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് നമ്മുടെ പെന്റഗണിന്റെ സർഫസ് മേക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഫ്രണ്ട് വ്യൂവിൽ കിട്ടത്തില്ല. നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ മാത്രമേ ആ ഇൻക്ലിനേഷൻ കിട്ടത്തുള്ളൂ. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ആ പെന്റഗൺ ചരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ പെന്റഗണിന്റെ ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്, ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 30 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്, അത് ടോപ്പ് വ്യൂവിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ടോപ്പ് വ്യൂ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ ഫിഗറിൽ ഈ ഇൻക്ലിനേഷൻ വന്ന പെന്റഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടോപ്പ് വ്യൂവിൽ കിട്ടിയ ഈ ലൈൻ നമ്മൾ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കും. അതിന് നമ്മൾ എ ഡാഷ് ബി ഡാഷ്, അല്ലെങ്കിൽ അതിന് എ ഡാഷ് എന്ന് വേണ്ട, വേറെ A1 B1 C1 E1 D1 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ട് മുകളിലുള്ള ഫ്രണ്ട് വ്യൂവിന്റെ ABCDE ഹൊറിസോണ്ടൽ ആയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുക, താഴത്തെ ABCDE വെർട്ടിക്കൽ ആയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുക. ഓക്കെ, താഴത്തെ ലൈനിൽ നിന്നുള്ളതും മുകളിലത്തെ ഫ്രണ്ട് വ്യൂ എന്നുള്ള കൺസ്ട്രക്ഷൻ ലൈനുകൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും വരയ്ക്കുക. ഓക്കെ, നോക്കേ, അത് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് കണ്ടോ? താഴെ നിന്നുള്ള A1ഉം മുകളിൽ നിന്നുള്ള A ഡാഷും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് കിട്ടി? A1 കിട്ടി. അതേപോലെ തന്നെ B1 B ഡാഷ് ജോയിൻ ചെയ്യുന്നിടത്ത് B1 കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഓരോന്നും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത വെച്ചാൽ കറക്റ്റ് ട്രൂ ഡയമെൻഷൻസ് ആയിരിക്കത്തില്ല. ഈ പെന്റഗൺ എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല? ട്രൂ ഡയമെൻഷൻ, പെന്റഗണിന്റെ ശരിക്കുള്ള ഡയമെൻഷൻ കിട്ടത്തില്ല, ട്രൂ ഡയമെൻഷൻ അല്ലായിരിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് വ്യൂ നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റേജ്, ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് നമുക്ക് ഒറ്റയടിക്ക് ആദ്യം വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം തന്നെ ഏതേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ? ഫസ്റ്റ് സ്റ്റേജ് വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് വരച്ചിട്ട് ആ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഏത് വ്യൂവിലാണോ ആംഗിൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്, ആ വ്യൂ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ എടുത്തിട്ട് വരച്ചിട്ട്
അപ്പോൾ ഇതിന്റെ ലെങ്ത് ഏതായിരിക്കും? ഈ ലെങ്ത് തന്നെ ഇതിന്റെ ഇതിന്റെ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് എന്ന് പറയുന്നത് അപ്പാരന്റ് ലെങ്ത് ആണ്. ആ ലെങ്ത് തന്നെ ആയിരിക്കണം ഇവിടെ എടുക്കുന്നത്. ഏത്? ഈ ലൈൻ വരയ്ക്കാനായിട്ട് നിങ്ങൾ ഈ അപ്പാരന്റ് ലെങ്ത് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പാരന്റ് ലെങ്ത് എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇത് നിങ്ങൾ വരച്ചു കഴിയുമ്പോൾ എങ്ങനെ വരും? ഇതാ ഇങ്ങനെ വരും. ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആയിട്ടുള്ള. കണ്ടോ? ഈ പെന്റഗണിന്റെ കണ്ടോ, പെന്റഗൺ നിങ്ങൾ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ സൈഡിൽ നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതാണ് ഈ മുകളിലത്തെ ഇത് കാണിക്കുന്നത്. ഇത് ട്രൂ ഡയമെൻഷൻ ആയിരിക്കത്തില്ല. ഇത് മാത്രമേ ട്രൂ ഡയമെൻഷൻ ഉള്ളൂ. ഇത് മാത്രമേ ട്രൂ ഡയമെൻഷൻ ഉള്ളൂ. ഇത് അപ്പാരന്റ് ആണ്, ഇത് അപ്പാരന്റ് ആയിരിക്കും, ഇതും അപ്പാരന്റ് ആണ്. ഇതെല്ലാം അപ്പാരന്റ് ആയിരിക്കും. അതായത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ പെന്റഗണൽ ലാമിന വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ സ്ക്വയർ ലാമിന ABCD of 50 mm side resting on its corner A on HP when the diagonal AC is inclined at 30 degree to HP and the diagonal BD is perpendicular to VP. അതായത് ഒരു സ്ക്വയർ ആണ് A B C D, ABCD എന്നുള്ള സ്ക്വയർ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതിൽ രണ്ട് ഡയഗണൽ ഉണ്ട്. ഒരു ഡയഗണൽ AC, അടുത്ത ഡയഗണൽ BC. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫസ്റ്റ് കേസിൽ ഡയഗണൽ AC inclined at 30 degree to HP എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ സെക്കൻഡ് കേസ് ആയിട്ട് എടുത്താൽ മതി, ആ ഇൻക്ലിനേഷൻ. പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഡയഗണൽ BD എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു VP ആണെന്ന് പറയുന്നുണ്ട്. അതായത് BD എന്ന് പറയുന്ന ഡയഗണൽ പെർപെൻഡിക്കുലർ ടു VP ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളത് എങ്ങനെ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിന്റെ ഇരിക്കുന്നത്? നമ്മുടെ ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്.
ഇതാണ് ഡി. അതായത് ഡയഗണൽ ബി ഡി perpendicular to VP. Diagonal VB is perpendicular to BD is perpendicular to VP. Very important. അപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് പിന്നെ അത് കൂടാതെ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ഇൻക്ലിനേഷൻ പറയുന്നുണ്ട്. ആ ഇൻക്ലിനേഷൻ നമുക്ക് രണ്ടാമത് വരയ്ക്കും. ആദ്യം നമ്മൾ ആ ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്യാതെ പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർഫസ് ഓഫ് സ്ക്വയർ ഈസ് എന്തായിരിക്കും? സർഫസ് ഓഫ് സ്ക്വയർ ഈസ് parallel to HP. സർഫസ് ഓഫ് സ്ക്വയർ ഈസ് പാരലൽ ടു HP ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് വ്യൂവിൽ നമുക്ക് സ്ക്വയറിൻ്റെ ട്രൂ ഡയമെൻഷൻ കിട്ടും. പക്ഷേ ഫ്രണ്ട് വ്യൂവിൽ പ്രൊജക്ഷനേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. വൺ ഓഫ് ദി കോർണർ എ ഈസ് ഓൺ ദ HP എന്ന് കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്മുടെ സ്ക്വയറിന്റെ ഒരു കോർണർ, ഒരു മൂല എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത് ആ ഒരു മൂല. അപ്പോൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ XY റെഫറൻസ് ലൈനിൽ തന്നെ A ഡാഷ് B ഡാഷ് D ഡാഷ് C ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂവിന്റെ പ്രൊജക്ഷൻസ് വരാനുള്ള കാരണം അതാണ്. കാരണം നമ്മുടെ സ്ക്വയർ ലാമിനയുടെ A എന്ന് പറയുന്ന എഡ്ജ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എഡ്ജ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ എഡ്ജ് തട്ടി നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്യാതുള്ള വ്യൂ വരച്ചു. പിന്നെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബി ഡി എന്നുള്ള സൈഡ് പെർപെൻഡിക്കുലർ ടു VP ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ ഇങ്ങനെ വരച്ചത്. സ്ക്വയർ നമ്മൾ സാധാരണ വരയ്ക്കുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ? പക്ഷെ ഈ ഡയഗണല് നേരെ വരത്തക്ക രീതിയിലാണ് നമ്മൾ സ്ക്വയർ വരച്ചത്. ഇങ്ങനെ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സ്ക്വയറിനെ ഇങ്ങനെ നിങ്ങൾ എങ്ങനെ മിനി ഡ്രാഫ്റ്റർ വെച്ച് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ ആംഗിള് 45 ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. 45 ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് എടുത്താൽ മതി. പക്ഷെ സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ BD എന്നുള്ള ഡയഗണല് വെർട്ടിക്കലായിട്ട് ആദ്യം വരയ്ക്കുക. അതിനുശേഷം ആംഗിൾ DB ഇത് X ആണെന്ന് വിചാരിക്കുക. ആംഗിൾ DBX-നെ
ബൈസെക്ട് ചെയ്യാം. ആംഗിൾ ഡി ബി എക്സിനെ ബൈസെക്ട് ചെയ്യുക. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് 90 ഡിഗ്രി വെർട്ടിക്കലായിട്ട് 90 ഡിഗ്രി നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് റെഫറൻസ് ലൈനുമായിട്ട് വരുന്ന, ആദ്യം നമ്മൾ റെഫറൻസ് ലൈൻ വരച്ചു. എക്സ് വൈ എന്നുള്ള x1 y1 എന്നുള്ള ഒരു റെഫറൻസ് ലൈൻ നമ്മൾ താഴെ വരച്ചു. ആ റെഫറൻസ് ലൈനിൽ നിന്ന് നമ്മൾ ബി ഡി എന്നുള്ള ഡയഗണൽ വെർട്ടിക്കലായിട്ട് വരച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാം വെർട്ടിക്കലായിട്ട് വരച്ച തന്നെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എന്നിട്ട് ആ 90 ഡിഗ്രിയെ ജസ്റ്റ് നമ്മൾ ആംഗുലാർ ബൈസെക്ടർ എടുത്തിട്ട് ബൈസെക്ട് ചെയ്തു. അപ്പൊ കറക്റ്റ് 45 ഡിഗ്രിയിൽ ഏത് വരും? അതായത് ആംഗിൾ സ്മോൾ എ ബി y1 which is equal to angle small c b x1 is equal to 45 degree. നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയി. അപ്പൊ അതാണ് നമ്മൾ, അതായത് ആ 90 ഡിഗ്രി ആംഗുലാർ ബൈസെക്ഷൻ ചെയ്തിട്ട് അങ്ങ് വരച്ചാൽ മതി. അപ്പം ഈ സ്ക്വയർ ഇങ്ങനെയല്ല ഇരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാവണം. സ്ക്വയർ തന്നെ ആദ്യം തെറ്റി വരച്ചു കഴിഞ്ഞാൽ പോയി. അപ്പം ഇത്രയും സ്ക്വയർ വരച്ചിട്ട് നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ പ്രൊജക്ട് ചെയ്ത് വരും. എക്സ് വൈ റെഫറൻസ് ലൈനിൽ തന്നെ വരും. കാരണം നമ്മുടെ ഒരു എഡ്ജ് എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടച്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്ക്വയർ ലാമിന. ഈ വ്യൂ മനസ്സിലാകുന്ന വിചാരിക്കും. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ഡയഗണൽ എ സി ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു എച്ച് പി. മറ്റേ ഡയഗണൽ, അതായത് ഇവിടെ ഒരു ഡയഗണൽ ഉണ്ടല്ലോ, ഡയഗണൽ എ സി ഈസ് inclined at 30 degree, inclined at 30 degree to HP. അതായത് എ സി എന്നുള്ള അടുത്ത ഡയഗണൽ, നമ്മൾ ബി ഡി എന്നുള്ള ഡയഗണൽ വെർട്ടിക്കലായിട്ടും ബി ഡി വെർട്ടിക്കലാണ് വരച്ചത് താഴെ. എ സി ഹൊറിസോണ്ടൽ ഡയഗണലാണ്. ഹൊറിസോണ്ടൽ ഡയഗണൽ, വെർട്ടിക്കൽ ഡയഗണൽ. അപ്പൊ ഈ എ സി എന്നുള്ള ഹൊറിസോണ്ടൽ ഡയഗണൽ, ഈ എ സി എന്നുള്ള ഹൊറിസോണ്ടൽ ഡയഗണൽ 30 ഡിഗ്രി വരുത്തുന്ന രീതിയിലാണ് നമുക്ക് അടുത്ത വരയ്ക്കേണ്ടത്. ഇത് 30 ഡിഗ്രിയാണ്. ഓക്കെ, അത് 30 ഡിഗ്രി വരുത്തുന്ന സമയത്ത് നമ്മൾ എ സി 30 ഡിഗ്രി ചരിച്ചു വരച്ചു. അതിനുശേഷം നമ്മൾ താഴെ നിന്നുള്ള എ ബി സി ഡിയുടെ പ്രൊജക്ഷൻസ് ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചു. മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ട് വെർട്ടിക്കലായിട്ട് ചരിഞ്ഞിട്ടുള്ള ഈ ഡയമെൻഷനും സെയിം ആയിരിക്കും. മുകളിൽ നമ്മൾ അലൈൻഡ് ആയിട്ട് വരച്ച
എ ഡാഷ് A1 ഡാഷ് B1 ഡാഷ് C1 ഡാഷ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. താഴെയുള്ള ABCD നമ്മൾ ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. നമുക്ക് സ്ക്വയറിൻ്റെ പ്രൊജക്ഷൻ കിട്ടും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ആ സ്ക്വയറിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ആ ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ, സ്ക്വയറിൻ്റെ ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഏത് ഷേപ്പ് ആയിരിക്കും? ഒരു റോംബസ് ആയിരിക്കും. റോംബസോ അല്ലെങ്കിൽ അതിനെ ഒരു ക്വാഡ്രിലാറ്ററലെന്നോ വല്ലതും വിളിക്കാം. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അതായത് സ്ക്വയറിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പക്കാ സ്ക്വയർ ആയിരിക്കത്തില്ല. എന്തായിരിക്കും അത്? റോംബസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അലൈൻഡ് ഡയമെൻഷൻ ആയിരിക്കും. നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ നിങ്ങൾ വരച്ച് വരുമ്പോൾ ഓരോ ആംഗിളും നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ രണ്ട് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2 സ്റ്റേജ് ആയിട്ട് വേണം നമുക്ക് ഈ പെൻറ്റഗണൽ ലാമിനയുടെ അല്ലെ ഈ ഷെയ്പ്സിൻ്റെ പ്രൊജക്ഷൻസ് നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പ്ലെയിൻ്റെ പ്രൊജക്ഷനും കൂടെ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ബിന്ന് ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്നാലും പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസും പ്രൊജക്ഷൻ ഓഫ് ലൈൻസും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നമുക്കൊരു ഷീറ്റ് വരയ്ക്കണം. ഷീറ്റിൻ്റെ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് നിങ്ങൾ വരച്ചാൽ മതി.